കെൽട്രോൺ വന്നിട്ട് ഈ സിറ്റുവേഷൻ ഒന്ന് ലൈറ്റൻ അപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. അവിടെ വന്നിട്ട് പറയുകയാണ്, ആദ്യം പറഞ്ഞ കാര്യമാണ്, ഈ ബിൽഡിങ് വീണ ജോർജ് കുലുക്കി തള്ളിയിട്ടതൊന്നും അല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു നിലവാരമുള്ള ചളിയായിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആരെങ്കിലും കുലുക്കി തള്ളിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ടല്ല വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനമാകെ പ്രതിഷേധം നടക്കുന്നത്. വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നത് കൊണ്ടാണ്. കാരണം ഈ ഒരു അപകടം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഇതാണെങ്കിലും നേരത്തെ ഡോക്ടർ ഹാരിസ് ജോർജിൻ്റെ വിഷയമാണെങ്കിലും അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അത് ഒഴിവാക്കാൻ പറ്റാതെ ഇവരൊരു നോക്കുകുത്തിയായിട്ട് ഇരുന്നത് കൊണ്ടാണ് ഇവരൊരു പരാജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് എടുത്ത് നോക്കുന്നെങ്കിലും ബിൽഡിംഗ് വളരെ നേരത്തെ തന്നെ അപകട സൂചനകൾ അതിനെപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ മറ്റൊരു ബിൽഡിംഗ് നിർമ്മാണം വളരെ ത്വരിതപ്പെടുത്തി അതിലേക്ക് പേഷ്യൻസിനെ മാറ്റാനുള്ള എന്തായിരുന്നു അതിനുള്ള തടസ്സം എന്നുള്ളത് ഇപ്പോഴും വീണ ജോർജിന് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് ഈ പുതിയ ബിൽഡിംഗ് വന്നു, അതിലേക്ക് ഉടനെ തന്നെ, അതായത് അന്ന് രാത്രി തന്നെ പ്രീൻ കണ്ടുകൊണ്ടായിരിക്കും, അന്ന് രാത്രി തന്നെ ഈ വാർഡിലെ എല്ലാ പേഷ്യൻസിനെയും അവർ പുതിയ ഇതിലേക്ക് മാറ്റി. ആദ്യം ഒരു തടവൊക്കെ ഇറക്കി നോക്കി ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിടാനായിട്ട്. അപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാവുകയും പിന്നെ ആ നീക്കം ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ഒരു രാത്രി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് അവർ ഇത്രയും വൈകിപ്പിച്ചത്. അത് വലിയൊരു ദുരന്തമായിട്ട് ഭവിച്ചിരുന്നെങ്കിൽ എന്ത് മറുപടി പറയുമായിരുന്നു വീണ ജോർജ്? അവർക്ക് ദേഹാസ്വസ്ഥ്യം സംഭവിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിനയിച്ച് അവർ ആശുപത്രിയിൽ കിടന്നാലോ ഒന്നും അതിനൊരു പരിഹാരമായിട്ട് മാറില്ല. അപ്പോൾ അതാണ് അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പറയുന്നത്. പിന്നെ അവർ സിസ്റ്റം ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിസ്റ്റത്തിൻ്റെ ബ്യൂറോക്രസി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആരോഗ്യ സെക്രട്ടറി ആരാണ്? രാജൻ കൊബ്രഗഡെ IAS എന്ന് പറയുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം വളരെ കാലമായിട്ട് ആ ഒരു പദവിയിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഴ്ചയും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ മറുപടി പറയാനുള്ളവർ ഇതിൽ നിന്ന് തടി തപ്പുകയും എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ആദ്യം ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ തലയിൽ കയറാൻ പോയി. ഇതിനകത്ത് അങ്ങനെ കയറാൻ പറ്റില്ല, കാരണം ബിൽഡിംഗ് സ്വയം തകർന്ന് വീണതാണെന്ന് പറയാം. അതായത് ആരോഗ്യ മേഖലയെ എഴുത്തി കാണിക്കാൻ വേണ്ടി ബിൽഡിംഗ് സ്വയം തകർന്ന് വീണതാണെന്നോ അല്ലെങ്കിൽ ബിൽഡിംഗ് മൊസാദോ CIA വന്ന് നശിപ്പിച്ചതാണെന്നോ ഇവർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇതിനകത്ത് അവർക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇതുപോലെ ചളിയടിച്ചൊക്കെ നിൽക്കാനും ഒക്കെയാണ് നോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.